കുട്ടിത്തുണ്ടന്മാര്. ഹോ, ഒരു ധൈര്യശാലി വന്നിരിക്കുന്നു. ഡീ, അവളുടെ ഒരു ആട്ടവും പാട്ടും വന്ന് ചെയ്യടി. ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നീ തന്നെയാ എന്റെ കൂട്ടുകാരി, പറയ്. കണ്ണാടി നന്നായാൽ ചെങ്ങാതി വേണ്ട. അയ്യോ, സോറി. അച്ചു, മതി, കളി നിർത്തി വാ. ഒന്നും പഠിക്കണ്ട, നാടകം കളിച്ചോണ്ട് നടന്നോ. ഏതു നേരം നോക്കിയാലും കളി കളി കളി. കുറച്ചു ദിവസമായി തുടങ്ങിയിട്ടൊരു നാടകം. മതിയിടോ, ബാക്കി നാളെ പഠിക്കാം. ശരി. ടാറ്റ. രാമ 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 ഹരേ രാമ 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 രാമ. ആ, നാടകക്കാരി വന്നോ? നിന്റെ നാടകം ഫസ്റ്റ് അടിക്കോടി. നവ്യ ചളമാക്കുന്ന ലക്ഷണ. ആ അമ്മേ, ആ, യൂത്ത് ഫെസ്റ്റിവലിന്റെ കാശ് തരാൻ മറക്കല്ലേ. നീ ഇന്ന് തന്നെ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ, നാളെ ആവട്ടെ. അമ്മേ, ഞാൻ എന്റെ മുടി ബോബ് ചെയ്താലോ? ബോബ് ചെയ്യണ്ട, നീ മൊട്ടയടിച്ചോ. പ്രഖ്യാപിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദിയെ പതിവ് പരിപാടി തുടങ്ങിയല്ലോ. എന്താണ് പിന്നെന്താണ് ഉമ്മന്നിരിക്കുന്നത്? അപ്പൊ അതാണ് കാര്യം. അതാണ് അച്ഛനല്ലേ പറഞ്ഞേ TV ന്യൂസ് കണ്ട പൊതുവിജ്ഞാനം കിട്ടുമെന്ന്. എന്നിട്ട് കിട്ടിയാ? എന്താണ്? മാണി സാറ് ജോർജ് സാറിനെ തള്ളി പറഞ്ഞു. അത് നന്നായി, അത് വേണം. ഇടിയായി പറയുന്ന കേട്ടാ. അച്ഛാ, അച്ഛാ, ആ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ദേഷ്യം പിടിക്കല്ലേ. ആ, നീ പറഞ്ഞോ മോളെ. ഞാൻ ഈ മുടി മുഴുവൻ മുറിച്ച എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും. അച്ഛാ, ഞാൻ ശരിക്കും പറയാണേ. ആ, നീ വെട്ടിക്കോടി. വേണമെന്നുണ്ടെങ്കിലേ കമ്പനിക്ക് അച്ഛനും കൂടെ മുട്ടയടിക്കാം. പോരെങ്കിലേ അമ്മയെ കൂടെ മുട്ടയടിപ്പിക്കാം. പഠിക്കാൻ നോക്ക്, കുറെ നേരെ തുടങ്ങിയിട്ട്. മോളൊരു കാര്യം ചെയ്യ്, പോയി എന്തേലും പഠിക്ക്. ഇല്ലെങ്കിൽ അമ്മേരെ വായിരിക്കുന്ന കേൾക്കും. ഒപ്പയ്ക്കും. ആ, ഹലോ, ഇത് ഞാനാണേ. ഡി, മതി കണ്ണാടി നോക്കിയത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ലൈറ്റ് ഓഫ് ആക്ക്. എന്ത് പറ്റിയെന്ന് ആർക്കറിയ പെണ്ണിന്? കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ദൈവമേ, ഇതെന്ത് നാടകമാണാവോ? അതെ, അവൾ ഉറങ്ങിയിട്ടില്ല. അവക്കെന്തോ പറ്റിയിട്ടുണ്ട്. അവളുടെ വർത്താനവും കളിയും കണ്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നു. ദേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ വണ്ടിയുടെയും വീടിന്റെയും ലോൺ അടയ്ക്കാനുള്ള കാശ് ശരിയായിട്ടില്ല. അതിന്റെ ഇടയിലാണ് അവിടെ പുരാണം പറച്ചില്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിന്റെ മോളല്ലേ, നീ അല്ലേ കൊഞ്ചിച്ച് വഷളാക്കിയത്. പിന്നെ ആരടുത്ത് കുറ്റം പറയുന്നത്? സമയം കളയാതെ കിടന്നങ്ങോട്ട് ഉറങ്ങാൻ നോക്ക്.
ആ ഇത് കണ്ടാ മോളെ ഗൾഫ് ഗേറ്റിന്റെ പരസ്യം. ഗൾഫ് ഗേറ്റോ? ആ ആ വിഗ് വിഗ്. വിഗ് എന്തിനാ അച്ഛാ? എടി നീ മുട്ടയടിച്ച് കഴിയുമ്പോ വിഗ് വെക്കുമ്പോഴല്ലേ അതിനൊരു ചന്തമുള്ളൂ. നിങ്ങൾ എന്തിനാ വെറുതെ അവളെ കളിയാക്കുന്നേ? ആ കളിയാക്കിയതല്ലടി, കാര്യം പറഞ്ഞല്ലേ. ആ കഴിക്ക് കഴിക്ക്. മോളെ ഇതാ നീ ഇന്നലെ പറഞ്ഞ പൈസ. ചില നേരങ്ങളിൽ സുരേട്ടന് എന്താ ഏതാ പറയണ്ടെന്ന് ഒരു പിടുത്തമില്ല. എടി അത് ഞാൻ വെറുതെ കളിയാക്കി പറഞ്ഞതല്ലേ. ഓ എന്നാലും അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? രാത്രി കണ്ണാടി നോക്കി. രാത്രി കണ്ണാടി നോക്കുന്നതാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നേ തലപ്പരാന്ത് വരാനുള്ള സമയം കഴിഞ്ഞു. ഓ ആ ആ കണ്ടോ, അവക്ക് എന്തേലും കുഴപ്പമുണ്ടോ? എന്തേലും കുഴപ്പമുണ്ടോ? വെറുതെ രാവിലെ ഓരോന്ന് പറഞ്ഞോണ്ടിങ്ങും വരും. വാത്സല്യപ്പാൽ കഞ്ഞി വച്ചു വിളമ്പുന്ന വറ്റാത്ത സ്നേഹമാണമ്മ. ആ ഇതെന്താടി ഉമ്മറത്ത് ലൈറ്റ് ഒന്നും ഇടാതിരിക്കുന്നത്? ഫ്യൂസ് പോയാ അതോ നിന്റെ ഫീസ് പോയാ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? മോളെന്തി? സുരേട്ടാ, മോള് മോളെ മോളെ നിന്റെ മുടിയാണോ? നിന്റെ ആണോ? ആരായിരുന്നാലും ശരി, എന്റെ അമ്മയും മോളെ ഞാൻ മുട്ടയടിക്കും. ആഹാ, നേരെ എത്രയായിന്നറിയോ? ഇതുവരെ എഴുന്നേറ്റില്ലേ? ഞാൻ സ്കൂളിൽ പോവാ.
വറ്റാത്ത സ്നേഹമാണമ്മ. വാരുറ്റ നന്മതൻ പൂക്കൂട നീട്ടുന്ന വാസന്ത പൂന്തോപ്പാണമ്മ. വീഴുമ്പോഴൊക്കെ വിരൽ തന്നു സ്നേഹിച്ചു കൂടെയുണ്ടാവുന്നതച്ഛൻ. നീറുമ്പോൾ മെല്ലെ നെറുകയിൽ കൈതൊട്ടു മൂളുന്ന പാട്ടായമ്മൂമ്മ. ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം എൻ്റെ എല്ലാമായ പ്രിയ കൂട്ടുകാരി അശ്വതിയാണ്. അശ്വതി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ അമൃത നമ്മുടെ മുമ്പിൽ മനോഹരമായൊരു കവിത ആലപിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും അത് ആസ്വദിക്കുകയും ചെയ്തു. അമൃത ഈ കവിത ചൊല്ലാൻ ഇന്നിവിടെ വരുമായിരുന്നില്ല. അതിന് കാരണമായവർ നമ്മൾ തന്നെ. അമൃതയ്ക്ക് ക്യാൻസർ പിടിപെട്ട് കീമോതെറാപ്പി എന്ന ചികിത്സ ചെയ്തപ്പോൾ മുടി മുഴുവനും കൊഴിഞ്ഞുപോയി. അത് കണ്ട് നമ്മുടെ ചില കുട്ടികൾ അവളെ കളിയാക്കി. അമൃതയ്ക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് അവൾ സ്കൂളിൽ വരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അമൃതയ്ക്ക് മുന്നിൽ അശ്വതി ഒരു ദേവതയെപ്പോലെ പ്രത്യക്ഷപ്പെട്ടു. അശ്വതി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവൾ അച്ഛനോടും അമ്മയോടും പറയാതെ തന്റെ തലമുടി മൊട്ടയടിച്ചു. അമൃതയ്ക്ക് കൂട്ടായി, അമൃതയോട് ചേർന്നു നിന്നു. ആ അശ്വതി ഇവിടെയുണ്ട്. അശ്വതി ഇങ്ങോട്ട് വരിക. ഈ കുരുന്നു മനസ്സിൽ തോന്നിയ കാരുണ്യം നമ്മളിൽ എത്ര പേർക്കുണ്ട്? നമ്മുടെ സ്കൂളിനും ലോകത്തിനും തന്നെ മാതൃകയായ അശ്വതിയെ നമുക്ക് മാറോട് ചേർക്കാം. അശ്വതിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ പുണ്യമാണ് ഈ മുത്ത്. ഈ നാടിന്റെ സ്നേഹോപഹാരം ഞാൻ അശ്വതിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണണ്ടേ അശ്വതിയുടെ അച്ഛനെയും അമ്മയെയും? അവരോട് ഉണ്ട്. ഇങ്ങോട്ട് കയറി വരിക. വരൂ. വാത്സല്യപ്പാൽ കഞ്ഞി വച്ചു വിളമ്പുന്ന വറ്റാത്ത സ്നേഹമാണമ്മ. വാരുറ്റ നന്മതൻ പൂക്കൂട നീട്ടുന്ന വാസന്ത പൂന്തോപ്പാണമ്മ. വീഴുമ്പോഴൊക്കെ വിരൽ തന്നു സ്നേഹിച്ചു കൂടെയുണ്ടാവുന്നതച്ഛൻ. നീറുമ്പോൾ മെല്ലെ നെറുകയിൽ കൈതൊട്ടു മൂളുന്ന പാട്ടായമ്മൂമ്മ. വാടുമ്പോഴൊക്കെ കഥ തന്നുറക്കിയ തേടുന്ന ഭാഗ്യമപ്പൂപ്പൻ. കൂടെ കരയാനും കൂട്ടു നടക്കാനും നാട്ടിലെ നല്ല ചങ്ങാതി. നാവിലെ
എപ്പോഴും തുളുമ്പും മധുരമായി നന്മലയാള മരന്തം. വാനിലേതുപോലെ ഉണ്ടോ സൗഭാഗ്യങ്ങൾ, നാണിച്ചു പോയി നക്ഷത്രം. വാനിലിതുപോലെ ഉണ്ടോ സൗഭാഗ്യങ്ങൾ, നാണിച്ചു പോയി നക്ഷത്രം. നാണിച്ചു പോയി നക്ഷത്രം.